ഇത് ഈ സിനിമയുടെ തുടക്കം ഞാൻ കോട്ടയത്തോട്ട് പോകുന്ന സമയത്ത് മാറ്റിച്ചേട്ടൻ ജസ്റ്റ് കണ്ടു. അപ്പം ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മാറ്റിച്ചേട്ടനത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. മാറ്റിച്ചേട്ടനാണ് പറയുന്നത്, നമുക്കിത് ജിത്തുനെ കൊണ്ട് ചെയ്യിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം, മാറ്റിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ജിത്തു സാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിലെ ബാക്കിയുള്ള സിനിമകളെല്ലാം നിങ്ങൾക്കറിയാം, ഇവിടെ പുഞ്ചരണമെന്നായുള്ള ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ജിത്തു സാറിന് കൃത്യമായി ആവശ്യം ഒരു കൊമേഴ്സ്യൽ എല്ലാത്തരം ആൾക്കാർക്കും കാണുന്ന ഒരു സിനിമയാണോ, എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണോ എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത്. കാരണം അത്തരം കാര്യങ്ങൾ വരുമ്പോഴേ സിനിമ പലപ്പോഴും എല്ലാ സമൂഹത്തിലും കണക്റ്റ് ആവത്തുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുവന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടുകാരി ഒരു സിനിമ ഉണ്ടല്ലോ, അപ്പം അവർ റിവ്യൂ പറയാനതിന് മുമ്പ് എന്നോട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പെൺമക്കളുള്ള എല്ലാ അമ്മമാരും അവരെയും കൂട്ടി സിനിമ കാണണമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയില്ല. അവരത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. വലിയൊരു യാത്ര തന്നെയായിരുന്നു. വലിയൊരു യാത്ര കോട്ടയത്തേക്ക് യാത്ര. പക്ഷേ ഇതിലേക്ക് എത്താൻ വേണ്ടി ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. മണിപ്പാല്, ബാംഗ്ലൂർ, മൈസൂർ. കാരണം ഈ കേരളത്തിന് വെളി പോകാത്ത ആളാണ് ഞാൻ. അപ്പം ഇങ്ങനൊരു കഥ പറയണമെങ്കിൽ എനിക്ക് ആ സ്ഥലങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് രഞ്ജിത് നായർ, ആദ്യത്തെ പോക്ക് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറായ രഞ്ജിത് നായർ ഞാൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ കുറേ അത്തരം കാര്യങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കഥ വന്നത്. പിന്നെ ജിത്തു സാറും ഞാനും കൂടെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. മണിപ്പാലൊക്കെ അങ്ങനെയുള്ള കുറേ കുട്ടികളെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇതിലോട്ട്. നോർമലി ഒരു പോലീസ് നായാട്ടിലായാലും ഇതിലായാലും ഒക്കെ നമ്മൾ കാണുമ്പോൾ പോലീസുകാരുടെ വേറൊരു വേഷം കാണുന്നുണ്ട്. അപ്പം ശരിക്കും അതാണോ ഇങ്ങനത്തെ ഒരു ഇൻസ്പയർ ഇങ്ങനത്തെ സ്റ്റോറികൾ ചെയ്യാൻ? പോലീസുകാരുടെ മറുവശം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ഷെയ്ഡ്സും കാണിക്കുന്നുണ്ടല്ലോ. ഇല്ല, അങ്ങനൊന്നും ചിന്തകളൊന്നുമില്ല. ഇപ്പം നായാട്ടെന്ന് പറയുന്ന സിനിമയിലാണ് കൃത്യമായി ഒരു പോലീസിന്റെ വശം പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ബാക്കി ജോസഫാണല്ലോ ഇലവടപ്പഞ്ചരാണ് ഈ സിനിമയാണെങ്കിൽ അങ്ങനെ ഒരു പോലീസ് വശമൊന്നും അല്ല. പക്ഷെ ഇതൊരു എപ്പോഴും എൻ്റെ സിനിമകൾ ഞാൻ തന്നെ തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് ഒരു ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. അവിടെ ഇവിടെ ഹരിശങ്കറുണ്ട്. ഹരിശങ്കർ ബാക്കി എല്ലാ കഥാപാത്രത്തെക്കാളും എനിക്ക് കുറേ കൂടെ പ്രിയപ്പെട്ടതാണ്. കാരണം ചാക്കോച്ചൻ ഫസ്റ്റ് ഡേ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ, ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞാൻ ആ സെറ്റിൽ പിന്നെ പോയിട്ടില്ല. ഓക്കെ എന്നൊരു ഫീൽ അന്ന് കിട്ടി. പിന്നെ ആ സെറ്റിലോട്ട് പോയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് സിനിമ ചെയ്യാൻ പോയതാണ്. പക്ഷെ അത് അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടും. ഇനിഷ്യൽ ഒരു 3 ദിവസത്തേക്ക് കിട്ടും. അത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും പറഞ്ഞ 5-ാം വാതിലെ വരുന്ന ഒരു കഥയാണ് ഇത്. കണ്ടിറങ്ങുമ്പോൾ തന്നെ കറക്റ്റ് മീറ്റർ ചാക്കോച്ചൻ എന്നുള്ള ആക്ടർ ഇത്രയും ഗംഭീരമായി പെർഫോം ചെയ്ത ഒരു സിനിമ വേറെ ഉണ്ടോ? ഇയാളെ കണ്ടത് വെച്ചിട്ട് ഏറ്റവും മികച്ച സിനിമ എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ആവാൻ വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് മതിയോ? ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു. അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ഭ്രമിപ്പിക്കാറുണ്ട്. ആ കഥാപാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണവും ഒരു പഠനവും അതിൻ്റെ ഭാഗത്തായിട്ടുണ്ടോ. ഷാഹി നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര ചെയ്ത് വേറൊരു രീതിയിലായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹരിശങ്കറിൻ്റെ ഒരു ഇമോഷണൽ ട്രാവലും കൂടെ ഈ സിനിമയിലുണ്ട്. അപ്പം ഇയാളുടെ ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് 1-2 സൈക്കാട്രിസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിസിക്കലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരിശങ്കർ. അപ്പം അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ പുറകെ ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ, അത് സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോടൊപ്പമുള്ള ആ യാത്രകളും സംഭാഷണങ്ങളുമെല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു, ആ പോലീസ് യൂണിഫോമിൽ വരുന്നു, നമ്മൾ പറയുന്ന ഡയലോഗുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷനിൽ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ്, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്. കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനാണ്, ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ
എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടെങ്കിൽ, ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങനെ നിന്നു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവും. ഓർഗാനിക് ആയിട്ടുള്ളൊരു ഒരു ഗ്രോത്തും ഒരു ഡെവലപ്മെൻറ്റും ഒരു ഇൻവോൾവ്മെൻറ്റും എല്ലാം ഈ കഥാപാത്രത്തിന് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരിക്കും ഞാനും അതിൽ അപ്പോൾ ഇൻട്രോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയിൽ. അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകാന്ത് മുരളി ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഷോട്ട് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡ്, ഒരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറിഞ്ഞും അറിയാതെ നമ്മളെ കഥാപാത്രങ്ങൾ മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് വളരെ അടുത്തുള്ള പോലീസ് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവർ ഈ പറയുന്ന പോലെ ഇതൊരു ഗവൺമെൻറ് ജോബ് പോലെ എന്താ പറയുക, ഒരു 9 to 5 ജോബ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. 24/7 അവർ ഓണാണ്, അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ഇവരുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരിട്ട് അറിയാവുന്നൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അപ്പം ഷാഹിൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ബിഗിനിങ് സീക്വൻസുകളും പിന്നെ ഇയാൾ പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമെല്ലാം ഒരു പരിധിവരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ, പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവനെ പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത്. അവരോട് ഒരു പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടിയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ മനുഷ്യരാണ്. ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു കുടുംബമുണ്ട്. അയാൾ ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്, ഒരു മകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് സമൂഹത്തിന് പല തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ പോരാടാൻ ഇറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള പല ആൾക്കാരെയും പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത്. സോ വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്. അപ്പോൾ ആ ഒരു കാര്യവും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നു.